ഡോക്ടർ ഹിബ, ഫോൺ അഡിക്ഷൻ, കുട്ടികളുടെ ഫോൺ അഡിക്ഷൻ എന്നാ പറഞ്ഞത്, വലിയവർ തന്നെ ഫോണിന് അഡിക്ഷനാണ്. ഞാൻ ഉൾപ്പെടെ, നിങ്ങളുണ്ടോ എന്നുള്ള അറിയില്ല, ഒരുവിധം എല്ലാവരും അഡിക്റ്റാണ്, ഫോണിന് അഡിക്റ്റാണ്. ഈ ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോൺ ഇല്ലാതെ നമുക്കൊരു നിമിഷം പോലും നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അതായത് എപ്പോഴും നമുക്ക് ഫോൺ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പൊ ഈ പറയുന്നതിന്റെ ഇടയിൽ ആ ആൾക്ക് ഫോൺ ചെക്ക് ചെയ്യണം എന്നുള്ളൊരു ത്വര വരിക എന്നുള്ളത് ടെൻഡൻസി വരിക. അതേപോലെ ഫോൺ ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, വേറൊരു ആക്ടിവിറ്റി ഇല്ല, ഹോബി ഇല്ല, പുറത്തിറങ്ങുന്നില്ല, കുട്ടികളുമായിട്ടുള്ള സംസാരങ്ങൾ, ഇന്ററാക്ഷൻസ് വളരെയേറെ കുറയുക. അവർക്ക് ആ ഒരു ഒറ്റപ്പെടലാണ് പിന്നീട് വരുന്നത്. ഫോൺ ഇല്ലാതെ അവർക്ക് വേറൊരു ലോകമോ ജീവിതമോ ഇല്ലാതെ ആവുക എന്നുള്ളൊരു സാഹചര്യമാണ് ഫോൺ അഡിക്ഷൻ. ഈ ഫോൺ അഡിക്ഷൻ എന്നുള്ളത് രോഗമാണ്. അഥവാ രോഗമാണെങ്കിൽ തന്നെ അതിന്റെ സിംറ്റം എന്തൊക്കെയാണ്? ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. അതെ അതെ, തീർച്ചയായിട്ടും അതൊരു രോഗമാണ്. അതൊരു ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ഒരു രോഗം തന്നെയാണ്. അത് പലപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതൊരു കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ 12 വയസ്സിന് മേലെയുള്ള കുട്ടികളാണെങ്കിൽ പൊതുവെ ആ ഒരു ടീനേജ് ആകുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന് താഴെയുള്ള പ്രായമാകുമ്പോൾ നമുക്ക് നമ്മളെ പവർ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറെയൊക്കെ കൺട്രോളിൽ വരുത്താവുന്നതാണ്. അപ്പൊ ആദ്യം എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് ഫോൺ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും ബോറടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നത് എന്നുള്ള വാക്കാണ് കുട്ടികളെ വായിന്ന് വരാറ്. അല്ലെങ്കിൽ അവർക്ക് വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല. ഇത് ഫോൺ കാണുകയല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാനില്ല, ചിന്തിക്കാനില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ അതിലേക്ക് നമ്മൾ അത് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ബോറടിക്കുന്നത് നല്ലതാണ്, കാരണം കുട്ടികളിൽ ക്രിയേറ്റിവിറ്റി കൂടാൻ അത് കൂടെ സഹായിക്കും എന്നുള്ളതാണ് ബോറടി എന്ന് പറയുന്നത്. പക്ഷെ അതവിടെ നമ്മളെ കുട്ടികളെ നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫീസ് വർക്ക് ചെയ്യുമ്പോൾ ഈ കുട്ടി മിണ്ടാണ്ടിരിക്കാൻ വേണ്ടിയില്ല, അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൺ കൊടുക്കുന്ന ഒരു സാഹചര്യം അതൊരിക്കലും ഉണ്ടാവാൻ വരുത്താതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഫോൺ അഡിക്ഷന് കാരണക്കാര് ഈ പാരന്റ്സ് തന്നെയാണ്. ആദ്യം ഈ ചെറുപ്പം മുതലേ, ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ചെറിയ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ, അവർ ഈ 1 വയസ്സ് കഴിയുമ്പോൾ തന്നെ കാക്കേ തുടങ്ങും. ഈ കാക്കേ എന്നുള്ളത് മുത്തശ്ശീൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഒന്നോ കിട്ടുന്നതല്ല, അവർ ഈ ഫോണിൽ നിന്ന് പഠിക്കുന്നതാണ്. ആ കാക്കേ കഴിഞ്ഞ് അവരൊരു കാത്തു, അതേമാതിരി എന്താണ്, അതെ ഡോക്ടറിന്റെ മോളല്ലേ, എന്താ പേര്, മഹ. ഇപ്പൊ മഹേനെ ഇപ്പൊ ഡോക്ടർ എടുത്ത് നിൽക്കുന്നത് ഒരു നിവൃത്തികേടും കൊണ്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് തുടങ്ങിയപ്പോൾ മഹ പെട്ടെന്ന് കരഞ്ഞു, ഡോക്ടർ എടുത്ത് നിന്നിട്ട് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണോ പാരന്റ്സ് പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി ഫോൺ കൊടുക്കല്? തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ എനിക്ക് അവളെ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഒരു അക്ഷരം മിണ്ടാതെ അവിടെ ഇരിക്കുവായിരുന്നു. അതെനിക്ക് ചെയ്യാവുന്നതാണ്. പൊതുവേ നമ്മൾ ചെയ്യുന്നത് തന്നെ നമ്മുടെ പ്രശ്നം കൊണ്ടാണ് ഈ കുട്ടികൾ ഫോൺ അഡിക്റ്റഡ് ആവുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾക്ക് ഫോൺ കൊടുത്ത് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ അവരവിടെ മിണ്ടാതെ ഇരുന്നോളും. നമ്മൾക്ക് എത്ര നേരം വേണമെങ്കിലും എന്ത് പണി വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇത് കാരണം ഇവർ അഡിക്റ്റഡ് ആവുകയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാതെ പോകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പേരൻസ് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും. അപ്പൊ മഹ ഫോൺ അഡിക്റ്റഡ് ആയിരുന്നു. എങ്ങനെ ഡോക്ടർ അത് മാറ്റിയെടുന്നേര്? 2 വയസ്സ് വരെ മോള് ഫോൺ വല്ലാതെ കാണാറൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു കറക്റ്റ് നിർബന്ധമായിരുന്നു എനിക്ക്. ഇപ്പൊ എത്ര വയസ്സ്? ഇപ്പൊ 3.5 വയസ്സ്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ കുട്ടികളിൽ ഏറ്റവും നല്ലത് 2 വയസ്സ് വരെ മാക്സിമം ഫോൺ കൊടുക്കാതെ ഇരിക്കുക എന്നുള്ളത് ഒരുപാട് പഠനങ്ങൾ പറയുന്നതാണ്. അപ്പൊ അത് വെച്ചിട്ട് തന്നെ ഞാൻ 2 വയസ്സ് വരെ മാക്സിമം പിടിച്ചു നിന്ന്. പക്ഷെ പിന്നെ എന്താന്ന് വെച്ചാൽ ഫോൺ കാണിച്ചു കൊടുത്താൽ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ കാണാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പം പിന്നെ ഈ കുട്ടികൾ കാണുന്നത് കണ്ടപ്പം ഇവർക്ക് ആദ്യം പാട്ടുകൾ കേൾക്കുന്നുണ്ട്, അപ്പൊ പാട്ടുകളിൽ ഇൻട്രസ്റ്റ് വന്നു. പാട്ടുകൾ കഴിഞ്ഞ് കാർട്ടൂണുകളിലേക്ക് ഇൻട്രസ്റ്റ് വന്നു. കാർട്ടൂൺ കഴിഞ്ഞപ്പോ റീലിലേക്ക് ഇൻട്രസ്റ്റ് വന്നു. റീൽ എന്ന് പറഞ്ഞാല് റീല് ഒരു പെട്ടെന്ന് പോവുമല്ലോ, അപ്പൊ നമുക്ക് തീരെ കൺട്രോൾ കിട്ടില്ല. ഈ റീല് കഴിഞ്ഞ അടുത്ത റീലിലേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറയാൻ, മറ്റേന്ന് പറഞ്ഞാൽ ഈ പാട്ട് കഴിഞ്ഞ അടുത്ത പാട്ടിലേക്ക് നിർത്തണം കേട്ടോ എന്ന് പറയാം. പക്ഷെ റീലിന്റെ കേസ് അങ്ങനെയല്ല, എനിക്ക് റീൽസ് ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇപ്പൊ പഠനങ്ങളൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു കുട്ടിന്റെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഇപ്പം 15 സെക്കൻഡിൽ നിന്ന് 8 സെക്കൻഡ് ആയി എന്നാണ്. കാരണം അത്രയും അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം, അത്രയും ഫാസ്റ്റ് ആയിട്ട് കിട്ടണം എന്നുള്ളതാണ്. അപ്പൊ പിന്നെ എന്താന്ന് വെച്ചാൽ എന്റെ ഫോൺ ഒന്ന് കേടായി അതിന്റെ ഇടയ്ക്ക്. അപ്പൊ പിന്നെ എന്തായെന്ന് വെച്ചാൽ ആ ഫോണിലേക്ക് ഞാൻ വൈഫൈ കൊടുത്ത് അങ്ങനെയാക്കി പിന്നെ കാണിക്കല് എന്നുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാല് ഇവരോട് ഫോൺ നിർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. കുട്ടികളോട് അങ്ങനെയാണ്, ഫോൺ നമ്മൾ നിർത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ദേഷ്യം വരും. അപ്പൊ ഇപ്പോഴും ഒരു കറക്റ്റ് ടൈം പാറ്റേൺ കൊടുക്കുക. ഇത്ര ടൈം കഴിഞ്ഞ്, ആദ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ ഫോൺ തരുള്ളൂ എന്ന് പറഞ്ഞപ്പം ഭക്ഷണം കഴിക്കാൻ കാത്തുക്കുമായിരുന്നു. രാവിലെ ഒക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫോൺ വേണ്ടോന്ന് പറയും. പിന്നെന്താക്കി, അങ്ങനെ പറ്റില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 മണിക്ക് ശേഷം ഫോൺ തരുള്ളൂ എന്നായി.
അപ്പൊ 10 മണി കഴിഞ്ഞാൽ ഇനി ഫോണ് കിട്ടുള്ളൂ എന്നായപ്പം ഇവള് പുതിയ കളികൾ അവള് തന്നെ ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങി. മറ്റേത് ഫോണിന് വേണ്ടിയിട്ടാണ് അവള് രാവിലെ എണീക്കുന്നത് എന്നുള്ള രീതിയിലേക്കായി മാറിയിരുന്നു. അപ്പൊ ഇങ്ങനെ ആയപ്പം ഇങ്ങനെ ഒരു ചേഞ്ച് ഫസ്റ്റ് കണ്ടു. പിന്നെ ഫോൺ കേടുപോയ സമയത്ത് ഞാൻ അങ്ങനെ വൈഫൈ കൊടുത്തതായപ്പം വൈഫൈ എനിക്ക് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ എന്താന്ന് വെച്ചാല് റേഞ്ച് പോവാണ്, അവളെ കേസിലൊക്കെ റേഞ്ച് പോവാണ്. അതുകൊണ്ട് ഫോൺ നല്ല കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമ്പർ എന്നുള്ള അങ്ങനെ കേട്ട് പഠിക്കാതാണ് കള്ളത്തി. എന്നിട്ട് അപ്പൊ പിന്നെ എന്താന്ന് വെച്ചാൽ പിന്നെ അതിൽ കച്ചറയില്ല, അതിലൊരു പ്രശ്നം ഉണ്ടാക്കാതെ കാര്യം നമ്മളവിടെ സോൾവ് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു കറക്റ്റ് പോലീസിങ് നടത്തുക എന്നുള്ളതാണ്, ഒരു പോലീസായിട്ട് അവിടെ നിൽക്കുക എന്നുള്ളതാണ്. അതായത് എന്താണ് നിർത്ത് നിന്നോടല്ലേ ഞാൻ കുറെ തവണ പറഞ്ഞത് നിർത്ത് എന്ന് പറയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കെഞ്ചി നീ ഒന്ന് നിർത്ത് മഹ എന്ന് പറയുന്നതുകൊണ്ടോ ശരിക്കും അവിടെ ഒരു കാര്യമില്ല. നമ്മൾ ആ ഒരു കറക്റ്റ് ടൈം പറഞ്ഞു, ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുക അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ മെയിൻ ആയിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും നിരോധിക്കണതിനോട് ഒരിക്കലും ഇല്ല. നമുക്കൊരു 2 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു 2 to 5 വയസ്സിനുള്ള ഇടയിലുള്ള കുട്ടികളാണെങ്കിൽ 2 മണിക്കൂർ വരെയൊക്കെ നമുക്ക് കൊടുക്കാം. പക്ഷെ അവരെന്താണ് ചെയ്യുന്നത് എന്ന് നോക്കണം. അതായത് ഇപ്പം വീഡിയോ ഗെയിംസ് ഒക്കെ കളിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഒരു 1 മണിക്കൂറിലേക്ക് ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ നേരെ മറിച്ചൊരു എന്താണ് ഇപ്പൊ ഒരു 5 വയസ്സിന്റെ മേലുള്ള കുട്ടി ഒരു ഡോക്യുമെന്ററിയോ അങ്ങനെ എന്തെങ്കിലും ആണ് കാണുന്നത് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഒരു 3 മണിക്കൂർ വരെ അല്ലെങ്കിൽ 4 മണിക്കൂർ വരെ കണ്ടിന്യൂസ് അല്ലാതെ അല്ലേ? അതെ, അതിനിടയ്ക്ക് അതായത് ഒരു 1 മണിക്കൂറിന് ശേഷം ഒരു ബ്രേക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താന്ന് വെച്ചാല് ഈ കുട്ടികളിൽ നമ്മൾ നിർത്തുമ്പം അവർക്ക് എന്താന്ന് വെച്ചാൽ അവർക്ക് പിന്നീട് ചെയ്യാൻ കാര്യങ്ങളില്ല. നമുക്ക് ഇരുന്ന് സംസാരിക്കണോ? ഡോക്ടർക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കുട്ടീനെ എടുത്ത് നിൽക്കല് എന്നായിരുന്നോ? അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും അവർക്ക് എക്സ്ട്രാ ആയിട്ട്, അതായത് അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു കാര്യം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഞാൻ ഫോൺ എടുത്ത് വെച്ചപ്പോ അവൾക്ക് കളിക്കാൻ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പം ഒരു വരയ്ക്കാൻ എന്തെങ്കിലും കൊടുക്കുക, ക്രോസ് വേർഡ് പസിൽസ്, അതേപോലെ സുഡോക്കോ അങ്ങനത്തെ കുറച്ച് പ്രായമുള്ള കുട്ടികളാകുമ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു അവർക്ക് തലച്ചോറ് കുറച്ചും കൂടി യൂസ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലികൾ കൊടുക്കുക. അങ്ങനത്തെ രീതിയിലൊക്കെ ആകുമ്പോൾ ഇവർക്കൊന്നും കൂടെ അതിനോട് ആ ഒരു എന്താ പറയാ അവരെ നിർത്തിച്ചല്ലോ എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് വരാതെ ഇത് നമുക്ക് കാര്യം നേടുകയും ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ ഡോക്ടറിന്റെ എക്സ്പീരിയൻസിൽ മഹയ്ക്ക് ഇപ്പൊ 3.5 വയസ്സായിട്ടുള്ളൂ. ഡോക്ടറിന് കൺട്രോൾഡ് ആണ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ മാതിരി ഒരു 12 വയസ്സ് വരെ നമ്മുടെ കൺട്രോളിൽ കിട്ടും, പിന്നെ 12 കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ കിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ 12 വയസ്സ് കഴിഞ്ഞ പാരൻസ് അവരെങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്ത് പോകേണ്ടത്? കൺട്രോളിൽ കിട്ടാത്ത ഒരു സംഗതി എങ്ങനെ കൺട്രോളിലേക്ക് വരുത്താം? നമ്മൾ പൊതുവെ ഇപ്പൊ 12 വയസ്സിന്റെ മേലുള്ള കുട്ടികൾക്ക് നമ്മൾ ഗാഡ്ജറ്റ്സ് കൊടുക്കാറുണ്ട്. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവരുടെ ഫോണിലും നമ്മളെ ഫോണിലും ഗൂഗിൾ ഫാമിലി ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. അത് പേരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും 2 ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ അവരെന്താണോ ചെയ്യുന്നത്, അവരെങ്ങനെയാണോ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാനും അതേപോലെ നമുക്ക് ലിമിറ്റ് ചെയ്യാനും വേണമെങ്കിൽ അവരെന്തെങ്കിലും നമ്മളറിയാതെ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്കത് കാണാനും അത് ഡിലീറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. ചില ആപ്പുകൾ നമുക്ക് നമ്മളെ ഫോണിൽ വെച്ചിട്ട് തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി വഴി തെറ്റി പോകാനുള്ള ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഗെയിം അഡിക്ഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് നേരത്തെ കാലത്ത് തന്നെ അറിഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാവും. പിന്നെയും കിട്ടുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു കൗൺസിലറിനെ കാണണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ റിയലിസ്റ്റിക് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക കൊല്ലാനുള്ള ഇതൊക്കെ വരുന്ന അങ്ങനത്തെ ഗെയിംസ് ആണ്, ഒരുപാട് ഗെയിംസ് ആണ്. അപ്പോൾ റിയൽ ലൈഫിൽ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ആവേശം അല്ലെങ്കിൽ ഒരു റേസ് ചെയ്യാൻ ഇപ്പൊ റോട്ടിൽ ഇറങ്ങുകയാണെങ്കിൽ ആ വണ്ടിനെ തോൽപ്പിക്കുക ഉപ്പ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ സ്പീഡിൽ പോവല്ലേ ഉപ്പ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് കുട്ടികൾ. അതേപോലെ അതാണ് ജീവിതം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള കാണുന്ന ആ ഒരു ഭംഗിയാണ് ജീവിതം എന്ന് അങ്ങനെ തോന്നുന്ന, അല്ലെങ്കിൽ സൂപ്പർ ഹീറോസ് ആണ് എന്നെ രക്ഷിക്കാൻ വരും എന്ന് തോന്നുന്നൊക്കെ കുട്ടികളുണ്ട്. അപ്പൊ ഇതിനൊക്കെ തിരിച്ചറിവ് ഇല്ലാത്ത സമയത്ത് ഓരോന്ന് ചെയ്തു പോയിട്ട് പിന്നെ കാര്യമില്ല. അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ ഓക്കെ. അപ്പൊ ഡോക്ടറെ, നമ്മൾ ഇത്ര നേരം സംസാരിച്ചു, ഡോക്ടറിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല. ഒന്ന് പറയൂ ഡോക്ടറുടെ പേര്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യണം അല്ലേ? ഓക്കെ. അപ്പൊ എന്തെന്നാലും ചങ്ങായിമാരെ, ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് മക്കളുണ്ട് അല്ലെങ്കിൽ പേരക്കുട്ടികളുണ്ട്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ക്ലീൻ ആയിട്ട് പറഞ്ഞു തന്നാണ്. അത് എല്ലാ വീട്ടിലും ഇതാണ് അവസ്ഥ. മിക്ക കുട്ടികളും 99.9% കുട്ടികളും ഫോണിന് അഡിക്റ്റഡ് ആണ്. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ബോധവൽക്കരണം എന്നുള്ളത് മാത്രമേ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശമുള്ളൂ. അപ്പോൾ എന്താ പറയുക, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക.
എല്ലാവരിലേക്കും ഈ അറിവ് എത്തിക്കുക. നമ്മുടെ മക്കളാണ്, വരും തലമുറയാണ്, അത് നിങ്ങൾ മറക്കാതിരിക്കുക. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ.